ഹായ് ഫ്രണ്ട്സ്, പൊന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുനിഷ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അയിലത്തല വറ്റിച്ചതാണ്. എല്ലാവർക്കും തലക്കറി ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും അത് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. അയിലത്തല മുളീശം വെക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് അയില എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് അയില തന്നെയാണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അധികം വലുതൊന്നുമല്ല, എന്നാലും തീരെ ചെറുതുമല്ല. നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അയിലയുടെ തല ഞാൻ ഇതുപോലെ മുഴുവനായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ചിലർ ഇത് മുഴുവൻ എടുക്കില്ല. നമുക്കിത് ഇപ്പോൾ ഇതിൻ്റെ പീസൊന്നും ആവശ്യമില്ല, തല മാത്രമാണ് ഇപ്പോൾ വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പീസൊക്കെ മാറ്റി വെക്കാം. മുറിച്ച് കഴിഞ്ഞ അയിലത്തല ഇതുപോലെ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല വൃത്തിയായി കഴുകണം. അതിനുശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഇതുപോലെ വൃത്തിയാക്കി കഴുകണം. ഞാൻ തലയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള പൂവ് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളി ഒരു 5-10 എണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി, 3-4 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 ചെറിയ ഉള്ളിയും ഒരു 5-10 വെളുത്തുള്ളിയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവസാനം ചതച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടുന്ന മസാലകൾ ഞാൻ ഇടുമ്പോൾ പറഞ്ഞു തരാം. ഇന്ന് ഞാനൊരു മൺചട്ടിയിലാണ് ഈ മീൻതല വെക്കുന്നത്. അതിനായി ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒരു 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച ചെറിയ ഉള്ളിയും തക്കാളിയും ഇട്ട് നല്ലവണ്ണം വഴറ്റുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇനി അവസാനം ഇട്ടാൽ മതി. ഇപ്പോൾ ഉപ്പിട്ടാൽ ഉള്ളി വേഗം വഴറ്റി കിട്ടും. ഇതിൽ വലിയ ഉള്ളി ഇട്ടാലും മതി, എന്നാലും ചെറിയ ഉള്ളിക്കായിരിക്കും ടേസ്റ്റ് കൂടുതൽ. മീനിലൊക്കെ ചെറിയ ഉള്ളി ഇടുന്നതാണ് നല്ലത്. മീനിൻ്റെ തല കറി വെക്കുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ തലയെടുത്ത് കറി വെക്കാറുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഞാൻ കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഇവിടുന്ന് തന്നെ ഞാൻ പറിച്ചതാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ഇടുന്നുണ്ട്. ഇതിന് എരിവ് കുറവാണ്. 1-1.5 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. പിന്നെ മല്ലി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ കുരുമുളക് ഇട്ടതുപോലെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലവണ്ണം ഇളക്കുക. ഇത് നന്നായി ഇളക്കിയ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പുളി ഒരു 2-3 അല്ലി മതി. ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ഇഷ്ടമില്ലാത്തവർ എടുക്കണമെന്നൊന്നുമില്ല. പിന്നെ പുളി അധികം വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. നമുക്ക് കുറച്ച് അയിലത്തല മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുക്കുന്നത്. അധികം ഉള്ളവർക്ക് കുറച്ചധികം തന്നെ എടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് അടച്ചു വെക്കാം. അത് തിളക്കുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വെക്കാം. ഇത് നല്ലവണ്ണം തിളച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച അയിലത്തല ഇട്ട് കൊടുക്കാം.
ഞാൻ അയിലത്തല ഇട്ടപ്പോൾ തന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു. അത് എന്തോ എൻ്റെ വീഡിയോ ഓഫായിപ്പോയി, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഉപ്പും നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇതിന് പാകമായിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ അയിലത്തല ഇവിടെ റെഡിയായി, നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇവിടുന്ന് പറിച്ചതാണല്ലോ, അതുകൊണ്ട് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് ചാറ് അധികം വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി വെള്ളം വെക്കാവുന്നതാണ്. തലയൊക്കെ വെക്കുമ്പോൾ വറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലതും, അത് ടേസ്റ്റും അതിനായിരിക്കും. തീ ഓഫ് ചെയ്യാം. പിന്നെ മീനൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇതിന് നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം കൂട്ടി ചോറുണ്ണാൻ കഴിയും. അയിലത്തല വറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവല്ലോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ്.